നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1200 ആണ്ട് കർക്കടകം 1 അല്ലേ? രാമായണ മാസത്തിൻ്റെ ആരംഭം. ഇനി എല്ലാ ഹിന്ദുക്കളുടെ വീടുകളിലും രാമമന്ത്രങ്ങൾ കേട്ടു തുടങ്ങുന്ന ദിവസം. എന്നാൽ ഈ രാമായണത്തിൽ രാമ എന്ന മന്ത്രത്തിൻ്റെ പ്രസക്തി എന്താണെന്നും അതിന് ഇത്രയേറെ ശക്തി വന്നതെന്താണെന്നും പറയുന്ന ഒരു കഥയുണ്ട്. ഈ കഥ കഴിഞ്ഞ ദിവസം യൂട്യൂബിൽ വന്നിരുന്നതാണ്. അത് കേൾക്കാത്തവർക്കായി ഞാൻ വീണ്ടും ഒന്നുകൂടി പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. ബ്രഹ്മാവിൻ്റെ കയ്യിൽ 1 കോടിയിലേറെ മന്ത്രങ്ങളുള്ള ഒരു പുസ്തകമുണ്ടായിരുന്നത്രേ. അപ്പോൾ ബ്രഹ്മാവ് വിചാരിച്ചു, ഈ പുസ്തകം ദേവന്മാർ, മനുഷ്യന്മാർ, അസുരന്മാർ എന്നിവർക്കായി ഇതിലുള്ള മന്ത്രങ്ങൾ പകുത്തു നൽകിയാൽ അവർക്കതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായാലോ എന്ന് കരുതി അത് പകുത്തു നൽകാം എന്ന് വിചാരിച്ചു. പക്ഷേ ബ്രഹ്മാവിന് അത് പകുത്തു നൽകുവാൻ കഴിയാത്തതിനാൽ ബ്രഹ്മാവ് ആ ജോലി ശ്രീപരമേശ്വരനെ ഏൽപ്പിച്ചു. ശ്രീപരമേശ്വരൻ ആ ജോലി വളരെ കൃത്യമായി ചെയ്തു കഴിഞ്ഞതിന് ശേഷം അതിൽ ലാസ്റ്റ് 32 ശ്ലോകങ്ങൾ ബാക്കി വരികയും ആ 32 ശ്ലോകങ്ങളെ വീണ്ടും 10, 10, 10 എന്ന കണക്കിൽ വിഭജിക്കുകയും ചെയ്തപ്പോൾ അതിൽ 2 അക്ഷരം മാത്രം ബാക്കി വന്നു. അപ്പോൾ ശ്രീപരമേശ്വരൻ ദേവന്മാർ, അസുരന്മാർ, മനുഷ്യർ അവരോട് ചോദിച്ചു, ഈ 2 അക്ഷരം ഞാൻ എടുത്തോട്ടെ എന്ന്. താങ്കൾ ഇത്രയും വലിയൊരു ജോലി ചെയ്തതല്ലേ, അങ്ങ് തന്നെ ആ 2 അക്ഷരം എടുത്തോളൂ എന്ന് പറഞ്ഞു. ശ്രീപരമേശ്വരൻ ആ 2 അക്ഷരങ്ങൾ കൂട്ടി വായിച്ചതാണ് രാമ. അങ്ങനെയാണ് രാമ എന്ന മന്ത്രത്തിന് ശ്രീപരമേശ്വരൻ ഉരുവിട്ടതുകൊണ്ടും ശ്രീപരമേശ്വരൻ നിത്യേന ആ മന്ത്രം ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ടുമാണ് ഇത്രയേറെ ശക്തി വന്നതത്രേ. നമ്മുടെ രാമായണത്തിലും ഈ രാമ എന്ന മന്ത്രം ഒരുപാട് പ്രാവശ്യം ആ വാക്ക് ആവർത്തിച്ച് വരുന്നത് കൊണ്ടാണ് നമ്മുടെ രാമായണം ഇത്രയും ശ്രേഷ്ഠമായത്. പിന്നെ ഈ രാമായണം ഒരുപാട് ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ളത് കൊണ്ടാണ് അതിന് ഇത്രയേറെ പ്രചാരണം ലഭിച്ചതും. അതുകൊണ്ട് രാമ എന്ന ആ മന്ത്രത്തിന് വളരെയേറെ ശക്തിയുണ്ട്. പിന്നെ ഈ നാരായണ എന്ന മന്ത്രത്തിലെ ബീജാക്ഷരമാണ് ര. ആ അക്ഷരമില്ലെങ്കിൽ നാരായണ എന്ന മന്ത്രത്തിന് യാതൊരു അർത്ഥവുമില്ല. അതുപോലെ തന്നെ ശ്രീപരമേശ്വരൻ്റെ നമശിവായയിൽ മായില്ലെങ്കിലും അതിന് യാതൊരു അർത്ഥവുമില്ലല്ലോ. അങ്ങനെ വളരെയേറെ അർത്ഥം കൊടുക്കുന്ന 2 അക്ഷരങ്ങൾ, നാരായണയ്ക്ക് രായും നമശിവായിലെ മായും, വളരെയേറെ അർത്ഥം കൊടുക്കുന്ന ആ 2 അക്ഷരങ്ങൾ കൂടുന്നതാണ് രാമ എന്ന മന്ത്രവും. താരകമന്ത്രം എന്നൊക്കെയാണ് രാമ എന്ന മന്ത്രം അറിയപ്പെടുന്നതത്രേ. അങ്ങനെ ഒരുപാട് സവിശേഷതകളുള്ള, ഒരുപാട് ശക്തിയുള്ള ഈ മന്ത്രം നമ്മളും ദിവസേന ചൊല്ലിയാൽ നമുക്കും ഒരുപാട് ശ്രേഷ്ഠതയും ഭാഗ്യവും എല്ലാം ലഭിക്കും. അതുകൊണ്ട് നമ്മൾക്ക് ഇന്നു മുതൽ രാമ എന്ന മന്ത്രം രാമായണ മാസത്തിൽ മാത്രമല്ല നിത്യേന നമ്മുടെ ജപത്തിൽ ഉൾപ്പെടുത്താം.